വയനാട് നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, വയനാട്ടിലെ വിവരങ്ങൾ എങ്ങനെയാണ്? അമൃത, വയനാട്ടിൽ 3 നഗരസഭകളാണുള്ളത്. ഇതിൽ 2 UDF-നൊപ്പവും 1 LDF-നൊപ്പമാണ്. കൽപ്പറ്റ നഗരസഭയാണ് LDF-നൊപ്പമുള്ളത്. ബത്തേരി, മാനന്തവാടി നഗരസഭകൾ UDF-നൊപ്പം നിൽക്കുന്ന മുനിസിപ്പാലിറ്റികളാണ്. കൽപ്പറ്റ നഗരസഭ കഴിഞ്ഞ തവണ UDF ആയിരുന്നെങ്കിൽ ഇത്തവണ UDF-ൽ നിന്ന് തിരിച്ചു പിടിക്കുകയായിരുന്നു LDF ചെയ്തത്. ബത്തേരി നഗരസഭ കഴിഞ്ഞ തവണ LDF ആയിരുന്നു, ഇത്തവണ അത് UDF തിരിച്ചു പിടിച്ചു. മാനന്തവാടി നഗരസഭ UDF-നൊപ്പം നിൽക്കുന്ന ഒരു നഗരസഭ തന്നെയാണ്. ഇപ്പോൾ അധ്യക്ഷന്മാരുടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കൽപ്പറ്റ നഗരസഭയിൽ P. വിശ്വനാഥനാണ് ഇപ്പോൾ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പണി വിഭാഗത്തിലെ രാജ്യത്തിലെ ആദ്യത്തെ ചെയർപേഴ്സണാണ് P. വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭ അധ്യക്ഷനായി ചെയർമാനായി സ്ഥാനമേറ്റിരിക്കുന്നത്. ബത്തേരി നഗരസഭയിൽ ആദ്യത്തെ 2.5 വർഷം മുസ്ലിം ലീഗിനും 2.5 വർഷം കോൺഗ്രസിനുമാണ്. റസീന അബ്ദുൽ ഖാദറാണ് ബത്തേരി നഗരസഭ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മാനന്തവാടി നഗരസഭയിൽ 5 വർഷവും കോൺഗ്രസ് തന്നെയായിരിക്കും അധ്യക്ഷ സ്ഥാനം ഉണ്ടായിരിക്കുക. അവിടെ ജേക്കബ് സെബാസ്റ്റ്യൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വയനാടിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നും UDF-നൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അത് തന്നെയാണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. കൽപ്പറ്റയിലാണ് UDF-ന് ഒന്ന് അടിപതറി. അവർ കൃത്യമായിക്കൊണ്ട് LDF-ന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ബത്തേരിയിലും മാനന്തവാടിയിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് UDF അധികാരം പിടിച്ചത്. 30 സീറ്റുകളിൽ 20 എണ്ണം ബത്തേരിയിലും 36 സീറ്റുകളിൽ 21 സീറ്റ് മാനന്തവാടിയിലും UDF വിജയിച്ചു എന്നുള്ളതാണ്. ഈ കൽപ്പറ്റ നഗരസഭയിലെ ഒരു കണക്കെടുത്താൽ 17 എണ്ണത്തിലാണ് LDF വിജയിച്ചത്. 30 സീറ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അമൃത, ശരി, വയനാട്ടിലെ വിവരങ്ങളാണ് ഫൈസൽ നെടുമ്പാല